പ്രിയമുള്ളവരെ, ഈ വീഡിയോയിൽ കാണുന്നയാൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ അതിൻ്റെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ കേരള സ്റ്റേറ്റിന്റെ സെക്രട്ടറിയായി ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. 3 വർഷത്തേക്ക് തെരഞ്ഞെടുത്തു, കാലാവധി തീരാൻ പോകുന്നു. ഒരു മനുഷ്യന്റെ അധംപതനം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് സാധാരണഗതിയിൽ ഒരു ജുവലറിയോ ഏതെങ്കിലും ബാറോ ഒക്കെ ഉദ്ഘാടനം ചെയ്യുവാൻ ഒരു സിനിമാ നടനോ നടിയോ വരുന്നതിന് മുന്നോടിയായി സാധാരണഗതിയിൽ TV ചാനലുകളിലും ഓൺലൈൻ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നൊരു പരസ്യമുണ്ട്. ഇന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വരുന്നു, നിങ്ങളും വരണം. ഇതുപോലെ റാന്നി നടക്കുന്ന വെറും ഒരു സെൻട്രൽ കൺവെൻഷന് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഒരു കേരള സ്റ്റേറ്റ് നേതാവ് കൺവെൻഷന് പ്രസംഗിക്കാൻ വരുന്നതിന് പരസ്യത്തിൽ കൊടുത്തിരിക്കുകയാണ്, ഞാൻ അവിടെ പ്രസംഗിക്കുന്നു, നിങ്ങളും വരണം. ഒരു മനുഷ്യന്റെ അധംപതനം എത്രമാത്രമായി എന്ന് നോക്കുക. അതായത് ഇന്ന് കേരള സ്റ്റേറ്റ് എന്നൊരു സംവിധാനമില്ല. കേരള സ്റ്റേറ്റിനെ ഡോക്ടർ വത്സന എബ്രഹാം ഇപ്പോൾ 2ആയി കീറി മുറിച്ച് മലബാർ സ്റ്റേറ്റ് എന്നും കേരള സ്റ്റേറ്റ് എന്നും ആക്കി. ഇനി ബാക്കിയുള്ള കേരള സ്റ്റേറ്റിനെ 3 സ്റ്റേറ്റായിട്ട് വീണ്ടും തിരിക്കാൻ പോകുന്നു. അതായത് IPC രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ നമ്മുടെ കേരള 1956-ലാണല്ലോ രൂപീകരിക്കുന്നത്. അതിനു മുൻപ് 1935-ൽ IPC രജിസ്റ്റർ ചെയ്യുമ്പോൾ കേരള സ്റ്റേറ്റ് എന്നൊരു സംവിധാനമില്ല. അന്ന് തിരുക്കൊച്ചി, മലബാർ, അങ്ങനെ കേരളത്തിൽ തന്നെ 3 ഘടകമായിട്ടുണ്ടായിരുന്നു: തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. അതേ രീതിയിൽ എങ്ങനെ ഉള്ള കാലഘട്ടത്തിലാണോ IPC രജിസ്റ്റർ ചെയ്യുന്നത്, അതേ കാലഘട്ടത്തിലേക്ക് ഈ കേരള സ്റ്റേറ്റിനെ 3ആയി വിഭജിച്ചുകൊണ്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, അതിലെ മലബാർ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും തിരുവിതാംകൂറും കൊച്ചിയും, അങ്ങനെ 2ആയിട്ട് ഇനിയും കീറി മുറിക്കാൻ പോകുന്നു. ഇങ്ങനെ IPCയെ തകർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൺവെൻഷനിലും പോയി കാശ് മേടിച്ച്, കല്യാണം നടത്തിയും കാശ് മേടിച്ച്, കൊച്ചുങ്ങളുടെ പ്രതിഷ്ഠ നടത്തിയും കാശ് മേടിച്ച്, സ്നാനപ്പെടുത്തിയും കാശ് മേടിച്ച്, ഏത് വിധേനയും എങ്ങനെയും പണസമ്പാദനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഈ നാടകങ്ങൾക്കിടയ്ക്കാണ് കേരള സ്റ്റേറ്റിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതിന്റെ പേരിൽ ഇന്ന് പ്രസ്ബിറ്ററിയും സെൻട്രൽ പാസ്റ്റർമാരുടെ മീറ്റിങ്ങും അതിനുശേഷം കൗൺസിലും ഒക്കെ കൂടിയപ്പോൾ വീണ്ടും ഡോക്ടർ വത്സന എബ്രഹാമിൻ്റെയും ജനറൽ മാനേജറുടെയും പാദം നക്കിയെങ്കിലും മാപ്പാക്കണം എന്ന് മാപ്പപേക്ഷ കൊടുക്കാനായിട്ട് കത്ത് കൊടുക്കാൻ തീരുമാനമെടുത്തത്. ഇതാണ് ഇന്ന് നടന്ന നമ്മുടെ കേരള സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, ഇനി ഇവരെ ഏത് രീതിയിലാണ് നമ്മുടെ സഭയുടെ പടിക്കലെങ്കിലും കടത്തേണ്ടത്, അഥവാ നമ്മുടെ സഭകളുടെ പടിക്കൽ വന്നാൽ എങ്ങനെയാണ് ഇവരെ അകറ്റി നിർത്തേണ്ടത് എന്നും ദൈവദാസന്മാരും ദൈവജനങ്ങളും ചിന്തിക്കൂ.